ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇന്ന് ഗുരുവായൂർ അമ്പലത്തേക്ക് പോവുകയാണ് കേട്ടോ. എല്ലാ മാസവും ഞങ്ങൾ കണ്ണനെ കാണാൻ വരാറുണ്ട് കേട്ടോ. കഴിഞ്ഞ മാസം കുറച്ച് തിരക്കുകൾ കാരണം സാധിച്ചില്ല. ഇന്ന് പെട്ടെന്നാണ് ഒരു 5 മണിയാകുമ്പോൾ ഉണ്ണേട്ടൻ പറഞ്ഞത് ഗുരുവായൂർ പോകണ്ടേ നമുക്ക് എന്ന്. പിന്നെ ഒന്നും നോക്കിയില്ല കേട്ടോ, വേഗം കുളിച്ച് റെഡിയായി ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു. ഞങ്ങളെത്തിയപ്പോൾ എന്നത്തെയും പോലെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഏകാദശി വിളക്ക് കൊളുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. എൻ്റെ സ്വന്തം വീട് പാലക്കാടാണ് കേട്ടോ. കല്യാണത്തിന് മുമ്പ് 2 തവണ മാത്രമാണ് ഞാൻ ഗുരുവായൂർ വന്നിട്ടുള്ളത്. അപ്പോഴൊക്കെ വിചാരിക്കും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ. പാലക്കാട് നിന്ന് ഇങ്ങോട്ട് ദൂരം കൂടുതലായതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് വരാൻ അത്ര എളുപ്പമല്ല. പക്ഷേ ഇപ്പോൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഭഗവാനെ കാണണമെന്ന് വിചാരിക്കുമ്പോഴത്തേനും നമുക്കൊരു 3/4 മണിക്കൂർ കൊണ്ട് ഇവിടേക്ക് എത്താൻ പറ്റും. അപ്പോൾ എല്ലാ മാസവും ഇവിടെ വന്ന് തൊഴാൻ പറ്റണത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ വിചാരിക്കണം. ഞങ്ങളെത്തിയപ്പോൾ തന്നെ നല്ലോണം തിരക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വരിയിലൊക്കെ അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇപ്രാവശ്യം നാലമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറുന്നില്ല. കാരണം എനിക്ക് വീട്ടിലേക്ക് പെട്ടെന്ന് എത്തണം. കാരണം അച്ഛന് ഇത്തിരി വയ്യാതിരിക്കുകയാണ്. അപ്പോൾ ഇടയ്ക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണത് കൊണ്ട് കുറച്ച് നമ്മൾ പെട്ടെന്ന് തൊഴുത് പോരാന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അങ്ങനെ ഞങ്ങൾ നേരെ പോയി നമ്മുടെ പേഴ്സും പിന്നെ മൊബൈലും കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലോക്ക് റൂമിൽ കൊടുത്ത് എന്നിട്ട് കൈയും കാലൊക്കെ ഒന്ന് കഴുകിയിട്ട് നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി കൊടിമരത്തിൻ്റെ അവിടെ നിന്നിട്ട് തൊഴാമെന്ന് വിചാരിച്ചു. അങ്ങനെ പോയി തൊഴുതു, വഴിപാടൊക്കെ നടത്തി. തുലാഭാരവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്തു. ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഒരു 7 മണിക്കൊക്കെ കയറിയിട്ട് ഒരു 7:45 തൊഴുത് ഇറങ്ങി കേട്ടോ. ഇങ്ങനത്തെ വള, മാല, കമ്മൽ അതിൻ്റെയൊക്കെ കടകൾ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ആക്രാന്താട്ടോ. എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങാൻ തോന്നും. പണ്ടും അങ്ങനെ തന്നെ, ഇപ്പോഴും അങ്ങനെ തന്നെ. തൊഴലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വേഗം ഭക്ഷണം കഴിക്കാൻ കയറി കേട്ടോ. ഏത് അമ്പലത്തിൽ പോയാലും നമുക്ക് തൊഴലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വല്ലാത്തൊരു വിശപ്പ് തോന്നുമല്ലോ. അങ്ങനെ ഞങ്ങൾ ശരവണ ഭവനിലാണ് കേട്ടോ കയറിയത്. അപ്പോൾ എന്തെങ്കിലും മസാല ദോശയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്നാണ് വിചാരിച്ചു. പക്ഷേ കുറേ നാളായി പൂരി മസാല കഴിച്ചിട്ട്, അപ്പോൾ അത് കഴിക്കാനൊരു ആഗ്രഹം. അപ്പോൾ അങ്ങനെ പൂരി മസാലയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത് കേട്ടോ. അങ്ങനെ പൂരി മസാല വന്നു. അതിനിടയ്ക്ക് കുട്ടികളെ എങ്ങനെ ഇരിക്കണു, കുറുമ്പ് കാണിക്കണ്ടോ എന്നൊക്കെ ഞാൻ അമ്മേനെ വിളിച്ച് ചോദിച്ചു കേട്ടോ. അമ്മ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, അവർ നന്നായിട്ടിരിക്കണു. നമുക്ക് പിന്നെ കുട്ടികളെ വിട്ടിട്ട് പോകുമ്പോൾ എപ്പോഴും ഒരു ടെൻഷനാണല്ലോ, അവരെന്ത് ചെയ്യണോ ഏത് ചെയ്യണോ എന്നുള്ളൊരു ടെൻഷൻ നമുക്കുണ്ടല്ലോ. ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ചോദിക്കും. ഞാൻ അങ്ങനെയാണ്. കുട്ടികളെ കൊണ്ടുവരാത്തത് വേറെ ഒന്നും കൊണ്ടല്ല, അവർ ട്യൂഷന് പോയിട്ടുണ്ടായിരുന്നു. ട്യൂഷന് പോയ സമയത്താണ് ഞങ്ങൾ തീരുമാനിച്ചത്. പിന്നെ എല്ലാ മാസം വരുമ്പോഴും അവരെ ഞങ്ങൾ കൊണ്ടുവരാറില്ല. ഒരു 3-4 മാസം കൂടുമ്പോഴേ ഞങ്ങൾ അവരെ കൊണ്ടുവരാറുള്ളൂ കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. മോൾക്കൊരു പുളിയച്ചാറും പിന്നെ അവിടെ കിട്ടുന്ന ഒരു സ്പെഷ്യൽ മുറുക്കുണ്ട് കേട്ടോ. ആ മുറുക്കും വാങ്ങിയിട്ടാണ് ഞങ്ങൾ തിരിച്ചു വന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് നല്ല ദാഹമായി കേട്ടോ. അപ്പോൾ പിന്നെ അവിടെ പാട്ടിരായ്ക്കൽ എത്തിയപ്പോൾ ഒരു ഫ്രൂട്ട്സ് കടയുടെ അവിടെ നിർത്തിയിട്ട് ഒരു സർവത്ത് വാങ്ങിച്ച് ഞങ്ങൾ 2 പേരും കൂടെ കുടിച്ചു. ഓരോന്ന് വാങ്ങാമെന്നാണ് വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു തൊണ്ടവേദനയൊക്കെ വന്ന് മാറിയിട്ടേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഒരെണ്ണം വാങ്ങിച്ച് ഞങ്ങൾ ഷെയർ ചെയ്ത് കുടിച്ചു കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യും, കമൻറ്റ് ചെയ്യും ചെയ്യണേ. എല്ലാവർക്കും നന്ദി. ബൈ.